ഹലോ എവരി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻ്റർ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ബാജറയുടെ റോട്ടിയും ബേങ്കൻ്റെ ബർത്തയും നമുക്ക് റെഡിയാക്കിയെടുക്കാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേര് കേട്ടിട്ട് ബാജറ റോട്ടി എന്ന് പറഞ്ഞാൽ മില്ലറ്റിൻ്റെ ആട്ടയാകും, അതുകൊണ്ട് നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്നത്. പിന്നെ ബേങ്കൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ വഴുതനങ്ങയില്ലേ, അതുകൊണ്ട് നമ്മൾ ബേങ്കൻ്റെ ബർത്ത് റെഡിയാക്കും. അപ്പോൾ ഇത് ഏറ്റവും നമുക്ക് നന്നായിട്ട് കഴുകി ഒരു തുണിയും കൊണ്ട് നല്ലൊരു തുണിയും കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ കട്ടൊക്കെ ആക്കിയിട്ട് മൊത്തം ഫുള്ളായിട്ട് കട്ടാക്കി കളയല്ലേ. ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊളന്ന് കൊടുത്താൽ മാത്രം മതി. പിന്നെ നോക്കണം അതിനകത്ത് പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നില്ലയോ എന്ന്. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ വെളുത്തുള്ളി 2-3 അല്ലി വെച്ച് ഈ കട്ട് ചെയ്തേക്കുന്നില്ല അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു 3 തക്കാളിയും എടുത്തിട്ടുണ്ട്. അതും മുഴുവൻ കട്ട് ചെയ്യേണ്ട, അതിൻ്റെ സ്കിൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഉള്ളു വരെ വേവാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് എണ്ണയും കൂടെ തടവി വെക്കണം. എന്നുവെച്ചാണ് ഈ ബേങ്കൻ നമ്മൾ ചുട്ട് കഴിയുമ്പം അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് സെപ്പറേറ്റായി വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചിട്ട് തേതിയാണെങ്കിൽ ചുട്ടെടുക്കുക. നിങ്ങൾക്ക് അഥവാ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു പിച്ചാത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് നമ്മൾ കുത്തി നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോയിട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടെന്നാണ്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് കളയുക. അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മേശറും കൊണ്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ബേങ്കനും മാഷ് ചെയ്യുക, വെളുത്തുള്ളി നമ്മുടെ മാഷ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുക്കാം. കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ മസ്റ്റർഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് അതാണെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം തടുക്ക ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ നമുക്ക് കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കായ നന്നായിട്ട് സോത്തയായി കഴിയുമ്പോൾ 2 സവാള പൊടിയായി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഒരു 1/2 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചിയും കൂടെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 5-6 പച്ചമുളക് എരിവുള്ളത് അതും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. മക്കളെ കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ എരിവ് അധികം കഴിക്കാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യണം കേട്ടോ. മുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം നന്നായിട്ട് സോത്തയായി കഴിയുമ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. അതേ ഉള്ളിയൊക്കെ നല്ല ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയെല്ലാം കൂടി നന്നായിട്ട് ഇട്ട് നമുക്ക് സോത്തെ ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ സോത്തയായി കഴിയുമ്പോൾ നമ്മൾ തക്കാളി എടുത്ത് വെച്ചേക്കുന്നില്ല ചോപ്പ് ചെയ്ത് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ സ്കിന്നെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ എല്ലാം വെന്ത് പാകത്തിനായി കിട്ടിയേ കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇനി നമുക്കിത് ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബേങ്കനും വെളുത്തുള്ളിയൊക്കെ നമ്മൾ മാഷ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം അത് ഇതുപോലെ അടച്ച് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വരുന്നത് 2-3 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കണം. അതിന് ശേഷം നന്നായിട്ട് മല്ലിയില, ഇപ്പോൾ സീസണല്ല മല്ലിയില, ഇവിടെയൊക്കെ നന്നായിട്ട് സീസൺ സമയം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ ഞാൻ ഇതുപോലെ നന്നായി ഇച്ചിരി ഏറെ അധികം അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബേങ്കൻ്റെ ഭർത്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ബാജറ റൊട്ടി നമുക്ക് റെഡിയാക്കുന്നത് നോക്കാം. മില്ലറ്റിൻ്റെ ആ റൊട്ടിയാണ് നമ്മളൊന്ന് റെഡിയാക്കുന്നത്. ഇവിടെ തണുപ്പ് സമയമില്ല, അപ്പോൾ ഇത് ചൂടാകട്ടോ ഈ റൊട്ടി. അപ്പോൾ ഇവിടെ അത് അധികം ഇപ്പോൾ ഈ സമയത്ത് കഴിക്കുന്ന സമയം. അപ്പോൾ അത് കാരണം നമുക്കത് ഒരു 1.5 കട്ടോരി ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്താണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ച് നമുക്കെടുക്കാം. നന്നായിട്ട് സ്മൂത്തായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ റൊട്ടി ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇത് പൊടിയാണെങ്കിൽ നമുക്ക് കുറേശ്ശെ 1-2 റൊട്ടി ഉണ്ടാക്കുന്നതിന് പാകത്തിന് ഇപ്പോൾ ഒരു 3 റൊട്ടി ഉണ്ടാക്കാൻ പറ്റും ഇതുകൊണ്ട്. അപ്പോൾ അതനുസരിച്ച് വലിയ റൊട്ടി 2 റൊട്ടിയുടെ പാകത്തിനുള്ള ഒരു ഉരുളെടുക്കണം. ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പൊടി നമ്മളിതുപോലെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അതുകൊണ്ട് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല. 2-3 ആവശ്യത്തിനനുസരിച്ച് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെ മില്ലറ്റിന് ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഫ്ലാറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മൾ പരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് ഉറക്കെ അമർത്തല്ലേ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകുത്. നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ട് വേണം നമ്മൾ കൈയൊക്കെ വെച്ച് പരത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊക്കെ എയറൊക്കെ കയറി വരുന്നുണ്ട്, അതും പൊട്ടിച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ ആ ഭാഗം വേവാതിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും തവയിൽ ഇടുമ്പം ഹൈ ഫ്ലെയിം നല്ലതായിട്ട് ചൂടായിരിക്കും നമ്മുടെ തവ, അങ്ങനെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ മേളിൽ കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളാണെങ്കിൽ നല്ലതായിട്ട് സ്മൂത്താക്കി കൊടുക്കണം. നമ്മളിപ്പോൾ പൊടിയൊക്കെ തൊട്ടില്ലേ അതിൻ്റെ മേളിൽ പരത്താനായിട്ട്, അപ്പോൾ അത് കാരണം ക്രാക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഇതുപോലെ 2 സൈഡ് ആയി കഴിയുമ്പോൾ ഗ്യാസിലോട്ട് വെച്ചിട്ട് തിരിച്ചും മറിച്ചും വേവാത്തടൊക്കെ ഇതുപോലെയൊക്കെ ചുട്ടെടുക്കണം കേട്ടോ, നന്നായിട്ട് പാകത്തിന്. അപ്പോൾ അത് നമ്മുടെ ഒരു റൊട്ടി ആയിട്ടുണ്ട്. അടുത്തതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചട്ടുകം കൊണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വേറെ രീതിയും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പം നെയ്യൊക്കെ നല്ലതായിട്ട് കഴിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കണക്ക് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ച് ഇതേതുപോലെ തടവി കൊടുത്ത് ഒരു സൈഡായി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡ് ആക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് ഇത് കണ്ടോ, ആദ്യത്തെ നമുക്ക് ഇച്ചിരി ഇതായി കഴിഞ്ഞാലും കുഴപ്പം. ഞാനും ബിഗിനർ തന്നെയാണ് കേട്ടോ. 2-3 തവണ ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇപ്പോൾ ഇത് ശരിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ റൊട്ടി എന്തായാലും നമ്മുടെ ഒരു ഇതാവും. സെക്കൻഡ് റൊട്ടിയെ നമ്മൾ പാകത്തിനായി കിട്ടത്തുള്ളൂ കേട്ടോ. നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കണക്ക് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാജി റോട്ടിയും ബെങ്കൻ്റെ ഭർത്തയും റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.